ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. എല്ലാവർക്കും നമസ്കാരം. ധാരാളം ജ്യോതിഷ പണ്ഡിതന്മാരുടെ വിളനിലമാണ് നമ്മുടെ ഭാരതം. ഒരു പുൽക്കൊടിയാവാനുള്ള ഭാഗ്യം ഉണ്ടോ എന്ന് തന്നെ സംശയമാണ്. എങ്കിലും എൻ്റെ ചെറിയ അറിവുകൾ നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കുകയാണ്. ധാരാളം ബുക്സ് ഇന്ന് അവൈലബിൾ ആണ് ജ്യോതിഷത്തെക്കുറിച്ച്. അതുകൊണ്ട് തന്നെ ഈ ആഴമായിട്ടുള്ള ഈ ശാസ്ത്രം കൂടുതൽ മനസ്സിലാക്കുക എന്നുള്ളതും കഠിനവുമാണ്. രാമായണം എഴുതിയത് വാൽമീകി മഹർഷിയാണ്. പക്ഷെ അതിനുശേഷം എഴുത്തച്ഛൻ്റെ രാമായണം ഉണ്ടായിട്ടുണ്ട്, കമ്പരാമായണമുണ്ട്, അങ്ങനെ ധാരാളം രാമായണങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ എഴുത്തച്ഛൻ്റെ കാലഘട്ടം ആവുമ്പോൾ ഭക്തി കുറഞ്ഞു പോയി എന്ന് തോന്നിയിട്ട് രാമായണത്തില് ശ്രീരാമനെ അവതാരമായിട്ടും ഭക്തിക്കാണ് പ്രാധാന്യം കൊടുത്തത്. അതേസമയം വാൽമീകിയുടെ രാമായണത്തിൽ ശ്രീരാമചന്ദ്രൻ ഒരു മനുഷ്യനായിരുന്നു, ഒരു നല്ല രാജാവ് എങ്ങനെയാണ് എന്നുള്ളതാണ് അവിടെ വരച്ചു കാണിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ എല്ലാ ശാസ്ത്രങ്ങളിലും ജ്യോതിഷത്തിലും. അവരവരുടെ സംഭാവനകൾ ഈ മേഖലയിൽ ധാരാളം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ വിഷയം എടുക്കുമ്പോഴും ഇതിലുള്ള ഓരോ ചെറിയ ചെറിയ ടോപ്പിക് നാം മനസ്സിലാക്കുമ്പോഴും പല ധാരണകള് പലരും സമർപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ യുക്തിക്ക് ഏതാണോ ശരി എന്നുള്ളത്, അത് നമുക്ക് പ്രിഡിക്ഷൻ പോലെയുള്ള സമയങ്ങളിൽ ഏതാണ് ശരിയായിട്ട് വരുന്നത് എന്ന് ചിന്തിച്ചതിന് ശേഷം നമുക്ക് എടുക്കാവുന്നതാണ്. മൂലം എന്ന് പറയുന്ന പരാശര, വരാഹമിഹിരൻ, ജൈമിനി ശാസ്ത്രം ഇതുപോലെയുള്ള മൂലഗ്രന്ഥങ്ങളിൽ നമ്മുടെ ഋഷീശ്വരന്മാർ തന്നിട്ടുള്ളതിൽ നിന്ന് അതിലൊട്ടും തന്നെ ചോർച്ചയില്ലാതെ ഒരു അപ്ഡേഷനാണ് ശരിക്കും ഈ ജ്യോതിഷ ശാസ്ത്രത്തിൽ വേണ്ടതെന്ന് തോന്നിപ്പോവാറുണ്ട്. ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ജ്യോതിഷ പ്രവചനത്തിൽ ജ്യോതിഷികൾക്ക് എവിടെയാണ് തെറ്റുവരുന്നത് നമുക്ക് നോക്കാം. വക്രം എന്ന ഒരു വിഷയത്തെ കുറിച്ചാണ് നാം ഇന്ന് നോക്കുന്നത്. എന്താണ് വക്രം? വക്രം എന്ന് പറയുമ്പോൾ ഒരു ഗ്രഹം അതിന്റെ കാരകത്വവും ആധിപത്യവും ചെയ്യാതെ വരിക എന്നുള്ളതാണ് ലളിതമായിട്ട് പറയുകയാണെങ്കിൽ. എല്ലാവർക്കും സംശയം വരുന്ന ഒരു കാര്യം പറയാൻ പോവാണ്. യുക്തിക്ക് അനുസരിച്ച് നിങ്ങൾ ചിന്തിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ രാശി ചക്രത്തില് അപ്പൊ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രകാശഗ്രഹങ്ങള്, പഞ്ചഭൂത ഗ്രഹങ്ങള്. അപ്പൊ പ്രകാശഗ്രഹങ്ങൾ സൂര്യൻ, ചന്ദ്രൻ. പിന്നെ പഞ്ചഭൂത ഗ്രഹങ്ങൾക്കാണ് ഈ വക്രം സംഭവിക്കുന്നത്. അപ്പൊ നമ്മുടെ രാശി ചക്രത്തില്, നമ്മുടെ ഹൊറോസ്കോപ്പില് രാ എന്ന് എഴുതുന്നത് നമ്മൾ എന്തിനെയാണ് ഉദ്ദേശിക്കുന്നത്? സൂര്യൻ എന്നാണ്. ശരിക്കും രാ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരാണ്? ഭൂമിയെയാണ് സൂചിപ്പിക്കുന്നത്. കാരണം നമ്മുടെ ഭൂമിയിലുള്ള ജീവരാശികളെ കുറിച്ച് മനസ്സിലാക്കാനാണ് നമ്മൾ ഗ്രഹനില കാര്യങ്ങളും ജ്യോതിഷം ഈ വാന നിരീക്ഷണം അനുസരിച്ച് മനസ്സിലാക്കുന്നത്. അപ്പൊ ഭൂമിയാണ്. കാരണം അതെന്താണെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നമുക്കറിയാം. സൂര്യൻ എന്ന് പറയുന്നത് ഇവിടെ സെന്റർ പൊസിഷനില്, നമ്മൾ സാമൂഹ്യ ശാസ്ത്രത്തിലൊക്കെ പഠിച്ചപ്പോൾ നമുക്ക് നന്നായിട്ട് അറിയാം സൂര്യൻ അവിടെ ഫിക്സഡ് ആണ്. ആ സൂര്യനെയാണ് എല്ലാ ഗ്രഹങ്ങളും പ്രദക്ഷിണം വയ്ക്കുന്നത്. ഇത് തന്നെയാണല്ലേ ജ്യോതിഷം എന്ന് പറയുമ്പോഴും അതിലും വരുന്നത് ഇത് തന്നെയല്ലേ. അപ്പൊ എങ്ങനെയാ സൂര്യൻ സഞ്ചരിക്കുന്നത് എന്നൊന്ന് ചിന്തിച്ചു നോക്കുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും ഭൂമിയാണ്. അതുപോലെ തന്നെ പറയാം, ഭൂമിക്ക് ഒരു വർഷം എന്ന് പറയുന്നത് നമ്മൾ ഒരു മാസം, അങ്ങനെ 12 മാസങ്ങൾ കംപ്ലീറ്റ് ആവുമ്പോഴാണ് ഒരു വർഷം ആവുന്നത്. അപ്പൊ 365 ദിവസമാണ് സൂര്യനെ പ്രദക്ഷിണം വെക്കാൻ ഭൂമി എടുക്കുന്നത്. അത് തന്നെയല്ലേ രാശി ചാർട്ടിൽ നമ്മൾ പറയുന്നത് സൂര്യൻ എന്നുള്ളത് ഓരോ രാശികൾ സഞ്ചരിച്ചുകൊണ്ട് ഒരു വർഷം കൊണ്ട് 12 മാസം 365 ദിവസത്തിലാണ് അത് കംപ്ലീറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പൊ ഇതിനോടകം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും സൂര്യൻ എന്ന് എഴുതുന്നത് ഭൂമിയാണ് എന്നുള്ളത്. പിന്നെ ചൊവ്വയാണെങ്കിൽ 1.5 വർഷം വേണ്ടി വരുന്നു. 2.5 വർഷമാണ്. അപ്പൊ 30 വർഷം വരും ഒരു റൗണ്ട് പ്രദക്ഷിണം ശരിക്ക് വേണ്ടത്. അതുപോലെ തന്നെ വ്യാഴമാണെങ്കിൽ 12 വർഷം വേണ്ടി വരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇതിൽ ഇന്നർ പ്ലാനറ്റ്സ്, ഔട്ടർ പ്ലാനറ്റ്സ് എന്നുള്ളത് രണ്ടായിട്ട് നമുക്ക് മെയിൻ ആയിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്യാം. ഭൂമിക്ക് അകത്തുള്ളത്, ഭൂമി അതായത് സൂര്യന് ഏറ്റവും അടുത്തുള്ളത്, അതിനുശേഷം അതായത് ഭൂമിക്കുള്ളിൽ, ഭൂമിക്ക് പുറത്ത് എന്നുള്ളതില്. അപ്പൊ ഔട്ടർ പ്ലാനറ്റ്സിലാണ് ആര് 3 പേര് വരുന്നത്? ഇതാണ് നമ്മുടെ എർത്ത്. അപ്പൊ മാസ് ഉണ്ട്, ജൂപ്പിറ്റർ ഉണ്ട്, സാറ്റേൺ ഉണ്ട്. അപ്പൊ ശനി, വ്യാഴം, ചൊവ്വ എന്ന് പറയുന്നത് ഔട്ടർ പ്ലാനറ്റ്സ് ആയിട്ടും, അകത്തെന്ന് പറയുന്നത് ഭൂമി ഉണ്ട്, വീനസ് ഉണ്ട്, മെർക്കുറി. ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇതിന്റെ ബേസിലാണ് നമ്മൾ വക്രത്തെ കുറിച്ച് പറയുന്നത്. അപ്പൊ വക്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്
ഏത് ഗ്രഹത്തിനാണോ വക്രം സംഭവിച്ചിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും പറയുകയാണെങ്കിൽ പാസ്റ്റ് ഡെപ്റ്റ് എന്ന് കൂടെ നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാം. ഏതൊരു കാര്യത്തിലാണ് നമുക്ക് കടമുള്ളത്, ആ ഗ്രഹം നമ്മൾ ചെയ്യേണ്ട കർമ്മമാണ് അല്ലെ, അവിടെ ഡെപ്റ്റ് ആണ്. അപ്പൊ പാസ്റ്റ് ഡെപ്റ്റിനെ വക്രം എന്നുള്ള ഗ്രഹം സൂചിപ്പിക്കും. അപ്പൊ സാധാരണ നിലയിൽ ഒരു ഗ്രഹത്തിന് വക്രം സംഭവിക്കുകയാണെങ്കിൽ അത് അത്ര തന്നെ മാറ്റങ്ങൾ വരില്ല. അപ്പൊ നമ്മൾ എവിടെയാ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഉച്ചവക്രം, നീചവക്രം, ഈ ഒരു കോൺസെപ്റ്റിലാണ് കൂടുതലായിട്ട് ശ്രദ്ധ കൊടുക്കേണ്ടത്. അപ്പൊ അത് ശ്രദ്ധിക്കുമ്പോൾ തന്നെ ചിന്തിക്കേണ്ടതാണ്, അത് ശുഭഗ്രഹമാണോ പാപഗ്രഹമാണോ എന്നുകൂടെ ചിന്തിക്കണം. അപ്പൊ എന്താണ് വക്രം? അപ്പൊ ആ ഗ്രഹത്തിന് അതിൻ്റെതായിട്ടുള്ള കാരകത്വവും ആധിപത്യവും ചെയ്യാൻ കഴിയാതെ വരിക, പ്രകൃത്യാൽ അതിന് ചെയ്യാൻ കഴിയാതെ വരുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അതാണ് വക്രം എന്ന് പറയുന്നത്. അപ്പൊ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ, ഇതാണ് ഭൂമി. ഭൂമി ഇങ്ങനെ പ്രദക്ഷിണം വെക്കുകയാണ്, അതിന്റെ ഓർബിറ്റ് ഉണ്ട്. അപ്പൊ ആ ഇലക്ട്രിക്കൽ പാത്ത് അല്ലെ, ഇപ്പൊ ഭൂമി അതിന്റെ ദീർഘവൃത്താകൃതിയിലൂടെ പ്രദക്ഷിണം വെക്കുമ്പോൾ ഒരു ചരിവ് ഉണ്ടാവും, അതിന് തിരിയാനുള്ള ഒരു സ്ഥലമുണ്ട്, ആ വളവ് എത്തുമ്പോ എന്ത് സംഭവിക്കുന്നു? മറ്റുള്ള ഗ്രഹങ്ങള് പിന്നിലോട്ട് പോകുന്നതായിട്ട് തോന്നുന്നു. യഥാർത്ഥത്തില് ഈ പഞ്ചഭൂത ഗ്രഹങ്ങൾക്ക് ആർക്കും തന്നെ പിന്നെ റെട്രോഗ്രേഡ് ആയിട്ട് വക്രഗതിയിലുള്ള സഞ്ചാരം ഇല്ല. ഈ ഭൂമി അതിന് പ്രദക്ഷിണം വെക്കുമ്പോൾ, സൂര്യനെ പ്രദക്ഷിണം വെക്കുമ്പോൾ ആ വളവില് ഉണ്ടാവുമ്പോ തോന്നുകയാണ് ബാക്കി ഗ്രഹങ്ങള് ബാക്കിലോട്ട് സഞ്ചരിക്കുന്നു എന്ന്. അപ്പൊ നമുക്ക് ഉദാഹരണമായിട്ട് പറയണത്, നമ്മളൊരു ട്രെയിൻ യാത്ര ചെയ്യാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മരങ്ങളൊക്കെ നമ്മുടെ പിന്നോട്ട് പോകുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് അല്ലെ. അതുപോലെയുള്ള ഒരു ഫീലിംഗ് മാത്രമാണ് ഈ വക്രം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഗ്രഹങ്ങൾ പിന്നോട്ട് സഞ്ചരിക്കുന്നില്ല. അപ്പൊ രാഹു കേതുക്കൾക്ക് മാത്രമാണ് റെട്രോഗ്രേഡ് വക്രം എന്നുള്ളത് പറയുന്നത്. ബാക്കി എല്ലാ ഗ്രഹങ്ങളും മുന്നോട്ട് തന്നെയാണ് സഞ്ചരിക്കേണ്ടത്. ഈ വളവിൽ ഭൂമി എത്തുമ്പോൾ മാത്രം നമുക്ക് അങ്ങനെ ഒരു ഫീലിംഗ് വരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഗ്രഹനിലയിൽ നമുക്ക് ഇത് എങ്ങനെ മനസ്സിലാക്കാന്ന് വെച്ചാല്, സൂര്യൻ എന്ന് എഴുതിയിട്ടുള്ള ആ പൊസിഷൻ, ആ രാശിയിൽ നിന്ന് 5 മുതൽ 9 രാശികൾ വരെ ഈ പഞ്ചഭൂത ഗ്രഹങ്ങൾ ഉണ്ടാവുമ്പോഴാണ്. അതുകൊണ്ടാണ് അതില് ബുധനും ശുക്രനും പെടില്ല, കാരണം ഇത് മുക്കൂട്ട് ഗ്രഹങ്ങളാണ്, എപ്പോഴും സൂര്യന്റെ കൂടെ തന്നെ ഉണ്ടാവും. അപ്പൊ മെയിനായിട്ട് ആരെയൊക്കെ പറയാം? ശനിയെ പറയാം, വ്യാഴം പറയാം, ചൊവ്വ പറയാം. അപ്പൊ ഈ 3 ഗ്രഹങ്ങള് 5 മുതൽ 9 രാശികളിൽ നിൽക്കുമ്പോഴാണ് വക്രം സംഭവിക്കുക. അപ്പൊ സാധാരണ രീതിയിൽ ഒരു സമത്തിലോ ഉച്ചക്ഷേത്രം നീചക്ഷേത്രം വരുമ്പോൾ മാത്രമാണ് കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത്. സ്വക്ഷേത്രം വരുമ്പോഴും ഒരു മീഡിയം ഫലത്തിൽ വ്യത്യാസം ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഉച്ചക്ഷേത്രം എന്ന് പറയുന്നത്? അപ്പൊ ഉച്ചക്ഷേത്രത്തിൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ശനി ഉച്ചം ചെയ്ത് നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് തുലാം രാശിയാണ്. അപ്പൊ അവിടെ ഉച്ചശനി എന്ന് പറയും. അപ്പൊ ആ ഉച്ചശനിയാണെങ്കിൽ, ഉച്ചം എന്ന് പറയുമ്പോൾ തന്നെ എന്താണ് ആ വാക്കിന്റെ അർത്ഥം? നല്ല ഫലപ്പെട്ട് നിൽക്കുകയാണ് ആ ഗ്രഹം എന്നുള്ളതാണ്. അപ്പൊ ശനി ആയതുകൊണ്ട് അതിന്റെ കാരകത്വം, ആധിപത്യം ഓക്കെ, അത് ഓരോ ലഗ്നത്തിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. 4ാം ആധിപത്യം തരും, 8ാം ആധിപത്യം, 7ാം ആധിപത്യം, അങ്ങനെ ലഗ്നത്തിനനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കുന്നുള്ളതാണ്. അതേസമയം അതിന്റെ കാരകത്വം എന്ന് പറയുന്നത്, ശനിയുടെ കാരകത്വം ഒരു പാപഗ്രഹമാണ്. ഹാർഡ് വർക്ക് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളുണ്ട്, പക്ഷെ ഒരു മടി, അങ്ങനെയുള്ള ഒരു അലസത ഒക്കെ ഉള്ളത്, അതുപോലെ അടിമ പണി ചെയ്യാന്നൊക്കെ ഉള്ളത് ശനിയുടെ കാരകത്വം. അപ്പൊ എന്താണോ അതിലുള്ളത് ആ ഗ്രഹത്തിന് അതിന്റെ കാരകത്വമായിട്ട് പറയണത് അത് ഫലപ്പെട്ട് ചെയ്യുന്നുള്ളതാണ്. അതുകൊണ്ട് പാപഗ്രഹങ്ങൾക്ക് ഉച്ചം വരുന്നത് നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ശുഭയോഗമോ ശുഭദൃഷ്ടിയോ വരണമെന്നുള്ളതാണ്. അതേസമയം ഉച്ച ശനിയാണ്, അതിന് വക്രമാണ് സംഭവിച്ചിരിക്കുന്നത് എങ്കിൽ എന്ത് ചെയ്യും? ഇതുപോലെ നല്ല മടി എന്നുള്ളത് എന്താവുകയാണ്? അതിന്റെ ആ സ്വഭാവം അത് കാണിക്കുന്നില്ല. വക്രം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയല്ലോ, അതിന്റെ യഥാർത്ഥ സ്വഭാവം എന്താണോ ആ സ്വഭാവത്തിൽ നിന്ന് അത് വ്യതിചലിക്കുകയാണ്, ഓപ്പോസിറ്റ് ആയിട്ട് പ്രവർത്തിക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. അപ്പൊ എന്ത് സംഭവിക്കുന്നു? അപ്പൊ ഉച്ച പാപഗ്രഹമായിട്ടുള്ള ശനി ചൊവ്വ തുടങ്ങിയിട്ടുള്ളത് ഉച്ചനാണെങ്കിൽ അത് വക്രം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ജാതകന് ഗുണാനുഭവങ്ങള് ആ ദശാകാലങ്ങളിൽ അനുഭവിക്കാം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതേത് ഓപ്പോസിറ്റ് ആയിട്ട് മാറും ശുഭഗ്രഹങ്ങളുടെ കാര്യത്തിൽ അല്ലെ. അപ്പൊ ശുഭഗ്രഹങ്ങളുടെ കാര്യത്തിൽ ഇവിടെ ശുഭഗ്രഹം എന്ന് പറയുന്നത് ബുധനും ശുക്രനും ഒരു 28-48 ഡിഗ്രിക്ക് ഉള്ളിൽ തന്നെ ഉണ്ടാവും സൂര്യന്റെ കൂടെ എപ്പോഴും. അതുകൊണ്ട് തന്നെ അത്ര വ്യത്യാസം അതില് വക്രഗതിയിൽ ഉണ്ടാവുമ്പോഴും അത്ര വ്യത്യാസം ഉണ്ടാവില്ല. അതേസമയം നല്ല ദൂരമായിട്ടുള്ള ഒരു ഗ്രഹമാണ് ഗുരു എന്ന് പറയുന്നത്. അപ്പൊ ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം കർക്കിടക രാശിയിൽ ഉച്ചനാവുകയാണ്. അപ്പൊ കർക്കിടക രാശിയിൽ ഗുരു ഉച്ചനാവുമ്പോൾ എന്ത് സംഭവിക്കുകയാണ്?
നല്ല ഫലങ്ങൾ, ഗുരുവിന്റെ എല്ലാ കാരകത്വങ്ങളും ആധിപത്യങ്ങളും ഇപ്പൊ ഏത് ലഗ്നാണോ അതിന്റെ ആധിപത്യം തരാനും കേപ്പബിൾ ആയിട്ട് നിൽക്കുകയാണ്. കാരണം 12 വർഷം കൂടുമ്പോൾ ഒരിക്കലാണ് ഗുരു ഉച്ചനാവുന്നത്. അപ്പൊ അത്രയും ശ്രേഷ്ഠമായിട്ടുള്ളത് അല്ലെ. ഇനിയുള്ള ഗുരുമാറ്റം എന്ന് പറയുന്നത് അതേപോലെയുള്ള കർക്കിടകത്തിലേക്ക് ഗുരു ഗോചരപ്രകാരം വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടെയാണ്. അപ്പൊ എന്താണെന്ന് വെച്ചാൽ ആ അത്രയും പവർഫുൾ ആയിട്ട് ഗുരു നിൽക്കുമ്പോൾ അതിന്റെ കാരകത്വമായിട്ടുള്ള സന്താനം, പണം തുടങ്ങിയിട്ടുള്ള ജ്ഞാനം അല്ലെ. ഗുരു എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് ജ്ഞാനത്തിന്റെ കാരകം കൂടെയാണ്. അപ്പോൾ ആ ജ്ഞാനം എല്ലാം തന്നെ വളരെ നല്ല രീതിയിൽ ആ ജാതകന് അനുഭവിക്കാനായിട്ട് സാധിക്കും. അതേസമയം ആ ഉച്ച ഗുരു എന്ന് പറയുന്നത് വക്രമാണ് സംഭവിച്ചിരിക്കുന്നെങ്കിൽ എന്ത് സംഭവിക്കുന്നു? ഓപ്പോസിറ്റ് ആയിട്ട് മാറും അല്ലെ. അപ്പൊ അതിന്റെ കപ്പാസിറ്റി കംപ്ലീറ്റ് ആയിട്ട് വെളിയിലേക്ക് കൊണ്ടുവരാനായിട്ട് കഴിയില്ല എന്നുള്ളതാണ്. അപ്പൊ ശുഭഗ്രഹങ്ങൾക്ക് ഉച്ചവക്രം സംഭവിക്കുമ്പോൾ അത് അത്ര തന്നെ നല്ല രീതിയിൽ ശോഭിക്കാനായിട്ട് കഴിയില്ല എന്നുള്ളതാണ്. അപ്പൊ അത് മനസ്സിലാക്കാതെ ഉച്ചമാണ് എന്നിട്ടും ഗുരുദശയില് 2000 ഗുരുദശ തുടങ്ങി കർക്കിടകത്തിൽ നിൽക്കുന്ന ഗുരുവാണ്, എന്നിട്ടും ജീവിതത്തിൽ എന്തുകൊണ്ടാണ് അഭിവൃദ്ധി ഇല്ല എന്നൊക്കെ നമുക്ക് തോന്നിപ്പോവാറുണ്ട് അല്ലെ. അപ്പൊ അതിന്റെ പിന്നിലുള്ള രഹസ്യം എന്ന് പറയുന്നത് അതെന്തായിരിക്കാം? വക്രഗതിയിലായിരിക്കാം. അപ്പൊ അതിലെന്തോ ഒരു പാസ്റ്റ് ഡെപ്റ്റ് ഉണ്ട് എന്നുള്ളത് ഇൻഡിക്കേറ്റ് ചെയ്യണതാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ അത് നമുക്ക് മനസ്സിലാക്കിയതിന് ശേഷം കൂടുതൽ നമ്മൾ റിസൾട്ട് പ്രതീക്ഷിക്കുമ്പോഴാണല്ലോ നമുക്ക് പ്രശ്നം വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ, മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതേസമയം സ്വക്ഷേത്ര ഫലവാനായിട്ടാണെങ്കിൽ അതിന്റെ ഒരു മീഡിയം, അതായത് കറക്റ്റ് ആയിട്ട് ഇപ്പോ ഗുരു മീനത്തിലാണ് സ്വക്ഷേത്ര ഫലവാനായിട്ട് ഉണ്ടാവുക അല്ലെ. അപ്പൊ അത് ഒരു കർക്കിടക രാശി ലഗ്നമായിട്ടുള്ളവരാണെന്ന് വിചാരിക്കുക. കർക്കിടക ലഗ്നത്തിന് 9ാം ഭാവമാണ് ഗുരു. അപ്പൊ 9ാം ഭാവത്തിൽ ഗുരു നിൽക്കുക എന്ന് പറയുന്നത് വളരെ ശ്രേയസ്കരമാണ്. പക്ഷെ എന്ത് സംഭവിക്കുന്നു? അവർക്ക് ആ ഗുരുദശ നടന്നിട്ടും വേണ്ട പോലെ ഗുണം കിട്ടുന്നില്ല എങ്കിൽ ആ ഗുരു സഞ്ചരിക്കുന്നത് വക്രഗതിയിലായിരിക്കും എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അതിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് ജാതകത്തിൽ നിന്ന് എടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടെ മനസ്സിലാക്കിയിട്ട് ഈ ജ്യോതിഷം എന്നുള്ള ശാസ്ത്രം മനസ്സിലാക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്രിഡിക്ഷനിലേക്ക് എത്താൻ കഴിയും. അപ്പൊ വക്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതിന്റെ യഥാർത്ഥ കഴിവ് അതിന് പുറത്തെടുക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിൽ എത്തുക എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ആ ഗ്രഹം ഒരിക്കലും പിറകോട്ട് സഞ്ചരിക്കുന്നില്ല. ഭൂമിയുടെ സഞ്ചാരപ്രകാരം അത് ആ ഒരു ഫീലിംഗ് നമുക്ക് തോന്നുന്നു എന്ന് മാത്രം. ഈ വിഷയം മനസ്സിലായിട്ടുണ്ട്. കുറച്ച് ഡെപ്ത് ആയിട്ടുള്ള കാര്യമാണ്. ഇതിൽ കൂടുതൽ കാര്യങ്ങളുണ്ട്. വളരെ ലളിതമായിട്ട് പറഞ്ഞു തരണം എന്ന് ഒരു ഉദ്ദേശമായിരുന്നു. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പിന്നെ ധാരാളം കമന്റ്സുകളൊക്കെ കാണാറുണ്ട്. ജ്യോതിഷ ക്ലാസ് ഇപ്പൊ നമ്മൾ നടത്തുന്നുണ്ട്. ഈ ബാച്ച് കഴിയുമ്പോഴാണ് നമുക്ക് അടുത്ത ക്ലാസ് എപ്പോൾ സ്റ്റാർട്ട് ചെയ്യും എന്നൊക്കെ പറയാനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളവരും ഇപ്പോൾ ഫോൺ വിളിക്കുന്നവരായാലും വാട്സപ്പിൽ അയക്കുന്നവരായാലും ശ്രദ്ധിക്കുക. ഈ ക്ലാസ് കഴിയുമ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ തന്നെ അറിയിക്കുന്നതാണ്. പുതിയ ക്ലാസ് എപ്പോൾ തുടങ്ങും എന്നുള്ളതിന്റെ ഇൻഫോർമേഷനൊക്കെ തരുന്നതാണ്. പിന്നെ കൂടുതൽ ടോപ്പിക്സിനെ കുറിച്ച് 2-3 ടോപ്പിക്സ് ഒക്കെ കമന്റ് ആയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. ഗ്രഹങ്ങളുടെ ബലം എങ്ങനെ അറിയാന്നുള്ളത്, അതുപോലെ തന്നെ നവാംശത്തെ കുറിച്ച് എന്നൊക്കെ നമുക്ക് വരും വീഡിയോകളിൽ ഓരോന്നായിട്ട് പറയാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഈ കോൺസെപ്റ്റ് വളരെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.